ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ഗിഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗണിതമധുരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കൂ, കഴിഞ്ഞ ദിവസം ക്ലാസ്സിലിരുന്നപ്പോഴേ എൻ്റെ ക്ലാസ്സിലെ റദീഫും ഉനൈസും പറഞ്ഞു, ടീച്ചറെ നമുക്ക് അടിപൊളി അലങ്കാരം ഉണ്ടാക്കിയാലോ? ഞാൻ പറഞ്ഞു ഉണ്ടാക്കാം. അപ്പം ടീച്ചർ ഞങ്ങളെ പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു തരാമല്ലോ. അപ്പം ടീച്ചർ വിചാരിച്ചു ഇനി അടുത്ത വീഡിയോ നിങ്ങളെ ത്രികോണം കൊണ്ട് ഒരു അലങ്കാരം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ ത്രികോണം കൊണ്ടൊരു സ്തൂപിക ഉണ്ടാക്കി അല്ലേ? പിന്നെ നമ്മൾ അത് വരുന്ന ഒരു സ്റ്റാർ ടെട്രാഹെഡ്രൺ അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പേടിക്കും, അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കാത്തത്. അപ്പോൾ അതൊരു ജോമെട്രിക്കൽ പാറ്റേൺ വരച്ചു ഇല്ലേ? ഇത് ത്രികോണം കൊണ്ട് അടുത്തത് ഒരു അലങ്കാര വസ്തുവാണ്. എന്ത് രസമാണെന്നറിയാവോ? നിങ്ങളിത് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ചോദിക്കും, ടീച്ചറെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക? ഇത് കുറച്ച് ഗതികേടാണല്ലോ എന്ന് പറയും. ഇത് ഒരു ഗതികേടും അല്ല, എന്ത് രസമാണെന്നറിയാവോ? ഇത് ടീച്ചർ ഒരു A4 പേപ്പർ മടക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. വെറും ഒരു A4 പേപ്പർ, പിന്നെ 2 കളർ ഉപയോഗിച്ചു എന്ന് മാത്രം. നിങ്ങൾക്ക് ഒറ്റ കളറേ ഉള്ളൂ എങ്കിൽ അങ്ങനെ മതി, കുഴപ്പമൊന്നുമില്ല. ഇതും ടീച്ചർ 2 A4 പേപ്പർ ഉണ്ടാക്കിയത് കേട്ടോ. പക്ഷേ ഇത് ഉണ്ടാക്കിയപ്പോൾ ഉണ്ടല്ലോ, ഇത് ഞാൻ 6 A4 പേപ്പർ ഉപയോഗിച്ചു. നീല 3 എണ്ണം എടുത്തു, റോസ് 3 എണ്ണം എടുത്തു. അപ്പോൾ വിവിധങ്ങളായ രീതിയിൽ നിങ്ങളെ ഒന്ന് ഉണ്ടാക്കി കാണിച്ചു എന്ന് മാത്രം. ഇത് കുറച്ച് വലുതായിട്ടാണ് അല്ലേ? നല്ല ഭംഗിയല്ലേ കാണാൻ? ഇത് അതിനേക്കാളും കുറച്ചും കൂടെ ചെറുതാണ്, എതളുകൾ കുറവാണ് അല്ലേ? ഇത് കണ്ടാൽ നമുക്കൊരു കൊടയായിട്ടൊക്കെ തോന്നും. ഇതിങ്ങനെ കറക്കാം, നല്ല രസമാണ്. ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങനെ കറങ്ങുന്ന കാണുന്നില്ലേ നിങ്ങൾ? എന്ത് രസമാണെന്നറിയാവോ? ഇതൊക്കെ നമ്മുടെ ക്ലാസ് മുറി ഉണ്ടാക്കിയിട്ട് ക്ലാസ് മുറിയിലും അതേപോലെ നമ്മുടെ വീടുകളിലും ഒക്കെ അലങ്കരിക്കണം. രക്ഷിതാക്കളും എല്ലാവരുടെ കൂടി ഉണ്ടാക്കി എന്തൊരു രസമായിരിക്കും എന്നറിയാവോ? അപ്പം നമുക്ക് സമയം കളയണ്ട അല്ലേ? വീഡിയോയിലേക്ക് പോകാം. നിങ്ങളെല്ലാവരും നോക്കിയിരിക്കുക എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ത്രികോണം കൊണ്ടുള്ള അലങ്കാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ ചെയ്യുന്നത് ഈ A4 പേപ്പറാണ്. കളർ A4 പേപ്പറാണ് ടീച്ചർ എടുത്തിരിക്കുന്നത്. വൈറ്റ് മാത്രമേ ഉള്ളൂ എങ്കിലും നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ടീച്ചർ ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നീല കളറ് 3 എണ്ണവും പിന്നെ റോസ് കളറ് 3 എണ്ണവുമാണ്. 6 പേപ്പറാണ് എടുക്കുന്നത്. ഇപ്പോൾ ഒരെണ്ണം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നല്ല രസമാണ്. ഇവിടെ നോക്കൂ, ഇത് വെറുതെ അങ്ങോട്ട് മടക്കുക. ഇങ്ങനെ മടക്കി കഴിയുമ്പോൾ നമുക്ക് 2 പീസാക്കാം അല്ലേ? നമുക്ക് തെർമോക്കോൾ മുറിക്കുന്ന കട്ടർ കൊണ്ട് മുറിക്കാം, കത്രിക കൊണ്ട് മുറിക്കാം. ഈ നമ്മുടെ കയ്യിൽ അതൊന്നുമില്ല. നമ്മളിപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും കത്രികയൊന്നും കൊണ്ടുപോകില്ലല്ലോ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇത് നന്നായിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം നമ്മളിത് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, കറക്റ്റ് അല്ലാതെ വരും. അങ്ങനെ വരുമ്പോഴേ പ്രയാസമുള്ളൂ. ഇതിപ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നു അല്ലേ? ഇനി ചെയ്യേണ്ടത് നമുക്ക് ഈ പേപ്പറിൻ്റെ സെൻറ്റർ കിട്ടണം. സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ മടക്കി നോക്കൂ. ഇങ്ങനെ മടക്കിയിട്ട് മുഴുവൻ അമർത്തണ്ട കേട്ടോ. മുകളിലെ ഒരു വശം മാത്രം. നമുക്ക് ഇവിടെ സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മുകൾ വശം. അവിടെ മാത്രം ഒന്ന് പ്രസ് ചെയ്തു. അതേപോലെ ടീച്ചർ ഇവിടെയും ഒന്ന് പ്രസ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് 2ഉം കൂടെ ഒരുമിച്ച് വെച്ച് ചെയ്യാം. നിങ്ങൾക്ക് നല്ല പ്രാക്ടീസ് ആണെങ്കിൽ ഇത് 2ഉം കൂടെ ഒരുമിച്ച് വെച്ച് ചെയ്താൽ മതി. ഇനി അതല്ലെങ്കിൽ ഓരോന്നായിട്ട് ചെയ്യാം. ഞാൻ 2ഉം കൂടെ ഒരുമിച്ച് വെച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം. ടീച്ചർ ഇങ്ങനെ 2ഉം ഒരുമിച്ച് കറക്റ്റായിട്ട് വെച്ചു. അതിനുശേഷം ഇവിടെ സ്കെയിലെടുത്തിട്ട് ഇവിടെ നമ്മൾ മടക്കി സെൻറ്റർ കണ്ടെത്തിയില്ലേ? ഈ സെൻറ്റർ ഇവിടെയും അതേപോലെ ഈ കോർണറിലെ മൂല അവിടേക്ക് ഒരു വര അങ്ങോട്ട് വരയ്ക്കാം. നന്നായിട്ട് പ്രാക്ടീസ് ഉള്ളവർക്കാണെങ്കിൽ വരയ്ക്കണം എന്ന് പോലും ഇല്ല, അങ്ങ് വെട്ടിയാൽ മതി. അത് വെട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ ശരിയായില്ലെങ്കിൽ വൃത്തികേടാവില്ലേ? ഇനി അതല്ല, ഈ തെർമോക്കോൾ മുറിക്കുന്ന കട്ടർ ഉണ്ടെങ്കിൽ ഇത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ മുറിഞ്ഞ് ഈ ഭാഗം അങ്ങോട്ട് മാറിക്കിട്ടും. അതേപോലെ ഈ വശവും ചെയ്യാം. 2 വശവും നോക്കൂ, കറക്റ്റ് വെച്ചിട്ട് ചെയ്യണേ. ഉറപ്പ് വന്നതിന് ശേഷം മാത്രം വരച്ചാൽ മതി. ടീച്ചർ കറക്റ്റ് വെച്ചു. ഇനി ഇത് വരയ്ക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, ഈ 2 ഭാഗവും വെട്ടിക്കളഞ്ഞാൽ നമുക്കുള്ളിൽ ഒരു ത്രികോണം കിട്ടും അല്ലേ? അപ്പോൾ ഞാനത് വെട്ടി കാണിച്ചു തരാം. ഞാൻ ഈ 2 പേപ്പറും കൂടെ ഒരുമിച്ച് വെച്ചിട്ടാട്ടോ വെട്ടുന്നത്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറില്ലേ, ടീച്ചർക്ക് എപ്പോഴും എളുപ്പപ്പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കറക്റ്റ് വെട്ടും. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇതിങ്ങനെ കറക്റ്റ് വെച്ച് വെട്ടുക. കണ്ട, കറക്റ്റ് വെട്ടി. ഇനി അതേപോലെ ഈ വശവും വെട്ടിക്കളയാം.
ഇപ്പം നോക്കൂ, ഇവിടെ നമുക്ക് 2 ത്രികോണം കിട്ടി. ഇതും ത്രികോണം തന്നെയല്ലേ വെട്ടിക്കളഞ്ഞത്. നമുക്ക് വേണ്ട, ഇതെടുത്ത് വെച്ചാൽ പൂവിൻ്റെ ഏതളൊക്കെ ഉണ്ടാക്കാം. ഇപ്പോൾ ഇത് 2 എണ്ണമായി. ടീച്ചർ പറഞ്ഞു 3 നീലയും 3 റോസും എടുത്തത്. ഞാനെല്ലാം ഇവിടെ വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. 12 പീസ് ഉണ്ടാവും അല്ലേ? ഇനി ചെയ്യേണ്ടത് ഇതിൽ ഓരോ പീസും എടുക്കുക. ആദ്യം ഇങ്ങനെ മടക്കുക. ഇത് കണ്ടോ, കറക്റ്റ് വെച്ചിട്ട് സെൻറ്ററിൽ വെച്ചിട്ട് ഈ മൂല കറക്റ്റ് നോക്കണം. ഈ 2 മൂല ഒരുപോലെ വരണം. അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ നല്ലോണം ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. നോക്കൂ, ടീച്ചർ നിവർത്തിയും കാണിച്ചു തരാം. കണ്ടോ, ഇതേപോലെ എല്ലാം മടക്കി വെക്കുക. നിങ്ങൾ മടക്കപ്പോൾ ഒരു കാര്യം ചെയ്യിക്കണം. ഇവിടെ ആട്ടോ വീതിയുള്ളത് വശം, അവിടെയാണ് ഇങ്ങനെ വെക്കേണ്ടത്. ഇപ്പം ഇത് കുറച്ച് വലുതായിട്ടല്ലേ? ഇവിടെ നോക്കൂ, ടീച്ചർ കുഞ്ഞിതൊരെണ്ണം ഉണ്ടാക്കിയത് കണ്ടില്ലേ? ഇത് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നറിയാവോ? ഞാൻ എന്ത് ചെയ്തു, ഇതുപോലെ ഒരു A4 എടുത്തു. നമുക്ക് അധികം പേപ്പറൊന്നുമില്ല കയ്യിലെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇതാ ഇങ്ങനെ അങ്ങോട്ട് മടക്കി. ഇങ്ങനെ മടക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഇത് സമചതുരാകൃതിയിൽ വേണമെങ്കിൽ മുറിച്ചെടുക്കാം. ഇതിൽ നിന്ന് നമുക്ക് 6 പീസ് കിട്ടും. അപ്പോൾ പിന്നെ ആ 6 പീസും കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ ചെറുത് കിട്ടും. അപ്പോൾ ഇത് ഇല്ലാത്ത കുട്ടികൾ ടെൻഷൻ അടിക്കാനൊന്നുമില്ല. ഇതുപോലത്തെ 2 A4 ഉണ്ടായാൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിലും ചെയ്യാം. ഇതിപ്പോൾ ടീച്ചർ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരല്പം വലുതാണ്. ഇനി ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം നമ്മുടെ ഗം എടുക്കുക. ഫെവിക്കോളാണ് എടുത്തിരിക്കുന്നത്, കാരണം ഫെവിക്കോൾ ആകുമ്പോൾ പെട്ടെന്ന് ഒട്ടും, അതുകൊണ്ടാണ് കേട്ടോ. ഇനി അഥവാ ഇതില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. മറ്റേ സാധാ പശ തേച്ചിട്ട് കുറച്ച് നേരം വെക്കണം എന്നേ ഉള്ളൂ. ഇത് തേക്കുമ്പോൾ അത്ര അധികം അങ്ങോട്ട് തേക്കരുത് കേട്ടോ, കുറേശ്ശെ തേച്ചാൽ മതി. അല്ലെങ്കിൽ എന്നറിയാവോ, പുറത്തേക്ക് ഇങ്ങനെ ഒക്കെ വല്ലാതെ ഇങ്ങനെ പശയായിട്ട് നിൽക്കും. അപ്പോൾ ഈ റോസിൻ്റെ കൂടെ ടീച്ചർ ചെയ്യുന്നത്, ഇവിടെ 2 കളറല്ലേ, അപ്പോൾ 2 കളർ ആയതുകൊണ്ട് ഒരു റോസാണ് ഇനി ടീച്ചർ വെക്കുന്നത്. അപ്പോൾ ഇട കലർന്ന് വരും. ഇത് കണ്ടോ, കുറച്ച് കൂടുതൽ പശ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ കറക്റ്റ് വെച്ചിട്ട് ഒട്ടിക്കണം കേട്ടോ, അറ്റ ഒട്ടിക്കണം. അപ്പോൾ ഇവിടെ ഇത്തിരി കൂടുതൽ വന്നു, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്നത്. അപ്പോൾ അത് നല്ലോണം വെച്ച് ഒട്ടിക്കുക. ഇതേപോലെ ഇനി അടുത്തത് റോസ് വെച്ചില്ലേ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നീല വെക്കുക. അപ്പോൾ നീല വെക്കുമ്പോൾ ഇവിടെ ഈ പീസിൽ നമ്മൾ പശ തേച്ച് കൊടുത്താൽ മതി, കുറേശ്ശെ തേച്ചാൽ മതി. നിങ്ങൾ എന്താ ഈ ഒത്തിരി അങ്ങോട്ട് തേക്കും. അങ്ങനെ തേക്കുമ്പോൾ ഒക്കെ പുറത്തേക്ക്, നമ്മുടെ ഇവിടെ വെക്കുമ്പോൾ പുറത്തേക്ക് പോകും. ഈ നീല വെച്ചു. ഇങ്ങനെ ഇതെല്ലാം ഒട്ടിച്ചെടുക്കുക. ഇപ്പം നമ്മളെല്ലാ പീസും ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞു കേട്ടോ. കണ്ടോ, നല്ല രസമായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ ആദ്യം ഒട്ടിച്ചില്ലേ ഇതിൻ്റെ പീസും ലാസ്റ്റ് ഒട്ടിച്ചില്ലേ, ഇത് 2 കൂടെ എടുക്കുക. എന്നിട്ട് ഇതിൽ പശ തേക്കുക. ഇതിൽ പശ തേച്ചിട്ട് ഇത് 2ഉം തമ്മിൽ ഒട്ടിക്കുക. നോക്കൂ, ഇവിടെയൊക്കെ നമ്മൾ അധികം പശയാവാതെ നോക്കുക. നോക്കൂ, ഇത് തമ്മിൽ ഒട്ടിച്ചു. ഇനി ചെയ്യേണ്ടത് അടുത്ത 2 പീസ് തമ്മിൽ ഒട്ടിക്കുക. നോക്കൂ, ഇവിടെ ഈ നീലയും ഇതും തമ്മിൽ ഒട്ടിക്കുക. കണ്ടോ, ഇത് തമ്മിൽ ഒട്ടിച്ചു. അടുത്തത് ഇത് തമ്മിൽ ഈ ഒരു നീലയും ഒരു റോസും ആണ് ഇവിടെ, അത് തമ്മിൽ ഒട്ടിക്കുക. അങ്ങനെ ഓരോ 2 പീസും തമ്മിൽ ഒട്ടിക്കുക. അപ്പോൾ എല്ലാം 2 പീസ് ഒട്ടിച്ചതായിട്ടാണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ കൂട്ടുകാരെ, നമ്മളിത് ഒട്ടിച്ചു കഴിഞ്ഞു. കണ്ടോ, ഇതിൽ ടീച്ചർ കുറച്ച് കൂടുതൽ എടുത്തിരുന്നു. ശരിക്കും ഇത് ഒരു 8 എണ്ണമൊക്കെ മതി കേട്ടോ. ഇപ്പോൾ കൂടുതൽ എടുത്താൽ എങ്ങനെയാണെന്നും കൂടി അറിയണ്ടേ. അപ്പോൾ അതുകൊണ്ട് ടീച്ചർ കുറച്ച് കൂടുതൽ എടുത്തതാണ്. ഇനി നമ്മളിതെല്ലാം ഒന്നും കൂടെ റെഡിയാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നല്ല രസമായിട്ടില്ലേ അല്ലേ? ത്രികോണം കൊണ്ട് അടിപൊളി അലങ്കാരമാണ് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതെന്ത് ചെയ്യണം എന്നറിയാവോ? ഇവിടെ ഒരു പിന്നെ സൂചി നൂലും കെട്ടിയിട്ട് ഒരു കൊളുത്തുണ്ടാക്കി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, തൂക്കിയിടാം. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഫസ്റ്റ് ഡേയിൽ വന്നപ്പോൾ പറഞ്ഞു, ടീച്ചറെ നമുക്കിതൊക്കെ തൂക്കിയിട്ടാൽ എന്ത് രസമായിരിക്കുന്നു.
ഇനി ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇവിടെ ഒരു പിപ്സ് വെക്കുകയാണ്. ഈ പിപ്സ് എന്ന് പറഞ്ഞ സാധനം ഇതിനകത്ത് വലിയ വിലയൊന്നുമില്ല. എന്തോ ഒരു പാക്കറ്റ് കിട്ടും, 25 രൂപയെ പറ്റേ ഉള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ടീച്ചർ അതിൽ ഒരെണ്ണ എടുത്തിട്ട് അതിൽ ചെറിയ പശയൊക്കെ തേച്ച് കൊണ്ടോ, പശ തേച്ചിട്ട് ഇവിടെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. നോക്കൂ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊടയുടെ ആകൃതി പോലെ തോന്നുന്നില്ലേ? കൊടയുടെ മുട്ട് വെച്ച പോലെ ഉണ്ടല്ലേ, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതൊന്നും വേണ്ട, നമ്മൾ പഠിക്കുന്ന ടേബിളിലൊക്കെ വെക്കുമ്പോൾ എന്ത് രസമായിരിക്കും എന്നറിയാമോ? പിന്നെ നമുക്ക് ഭിത്തിയിലൊക്കെ തൂക്കിയിടാം. ത്രികോണ നിർമ്മിതിയിൽ നമ്മൾ ത്രികോണം വരയ്ക്കാൻ പഠിച്ചു. ഈ വരച്ച ത്രികോണം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? അടിപൊളി അലങ്കാര വസ്തു ഉണ്ടാക്കി. നമ്മൾ സ്വന്തം നമ്മളുടെ വീടുകളിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു രസമാണെന്നറിയാമോ? നമുക്ക് തന്നെ ഒരു അഭിമാനം തോന്നും. ഇത് ആരെങ്കിലുമൊക്കെ വന്ന് ചോദിക്കും, ഹായ് നല്ല രസമുണ്ടല്ലോ, ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത്? അപ്പം നിങ്ങൾ പറയും, ഇത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറയും അല്ലേ? ടീച്ചർക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ എൻ്റെ വീട്ടിലെ പൂക്കളൊക്കെ ഞാൻ സ്വന്തം ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെയുള്ള ഓരോ അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് തന്നെ ഇതിൻ്റെ വേറെ ഒന്നുണ്ട്, നമുക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം. അത് ടീച്ചർ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെയുള്ള അലങ്കാര വസ്തുക്കളൊക്കെ ഉണ്ടാക്കി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് തന്നെ പഠിക്കാൻ ഒരു പോസിറ്റീവ് എനർജി കിട്ടും അല്ലേ? 5, 6, 7 ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ മുഴുവൻ ഗണിതമധുരം ചാനൽ എടുത്താൽ മതി. കൂടാതെ ഇതുപോലെയുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. US പഠിക്കുന്ന കുട്ടികൾക്ക് US-ഉമായി ബന്ധപ്പെട്ട ധാരാളം പ്രവർത്തനങ്ങൾ USS എന്ന് പറഞ്ഞിട്ട് ടീച്ചർ പ്ലേലിസ്റ്റിലാക്കിയിട്ടുണ്ട്. പിന്നെ അതർ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെയുള്ള വർക്കുകൾ ടീച്ചർ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ സമയം കിട്ടുമ്പോൾ അതൊക്കെ എടുത്ത് കാണുക. പിന്നെ നിങ്ങൾക്ക് ഏത് വീഡിയോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണിതം മധുരം എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ആ പാഠഭാഗത്തിൻ്റെ പേര് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ പാഠഭാഗത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങളൊക്കെ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ടീച്ചർക്ക് ഒത്തിരി സന്തോഷമാണ്. അപ്പോൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ ഓക്കെ, ബൈ.